ദേവദൂതൻ സിനിമ കണ്ടിട്ടുണ്ടോ? 2000-ലാണ് റിലീസ് ചെയ്തത്. 2000 ഡിസംബർ 27 റിലീസ് ചെയ്ത പടമാണ്. പക്ഷേ അന്ന് ആ പടം വിജയിച്ചില്ല, പരാജയമായിരുന്നു. ആ പടം ദേവദൂതൻ വീണ്ടും റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ജൂലൈ 26-ാം തീയതി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ആ പടം തിയേറ്ററിൽ പോയി കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദേവദൂതൻ അന്ന് വിജയിച്ചില്ലെങ്കിലും പിന്നീട് ടി വിയിൽ വരുന്ന സമയത്ത് ടെലിവിഷനിൽ ഒരുപാട് ആരാധകർ ആ പടത്തിനുണ്ടായി. ആ പടത്തിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ദേവദൂതനെക്കുറിച്ച് എന്താണ് ആ പടം വീണ്ടും വരുമ്പോൾ എനിക്ക് തോന്നുന്നു ടി വിയിൽ കാണാത്ത ന്യൂജൻ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് അതൊരു ആ സിനിമ ഒരുക്കുന്ന ഒരു കൗതുക കാഴ്ചയുണ്ട്. കണ്ട ആളുകളെ സംബന്ധിച്ച് എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരനുഭവം? ഭയങ്കര നല്ല എന്താ പറയുക, ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ഞാൻ അന്ന് റിലീസിങ് സമയത്ത് തിയേറ്ററിൽ പോയി കണ്ടാണ്. ഒന്നാമത് നമ്മുടെ ലാലേട്ടൻ ഫാൻ, പിന്നെ അതിൻ്റെ പാട്ടുകൾ നമ്മളൊക്കെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇത്രയും അന്ന് നമ്മുടെ ഇത് ടി വി അതായത് ചാനൽസ് ഒന്നും ഇല്ല. അപ്പോൾ ഈ ദൂരദർശനിൽ ചിത്രഗീതം അങ്ങനെയൊക്കെ പരിപാടികളിൽ വരുമ്പോൾ ഈ പാട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ 2000 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റോ ഏതൊക്കെയോ ചാനൽസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും അന്ന് പ്യൂർലി നമ്മുടെ ദൂരദർശൻ പോയിട്ടിരുന്നില്ല, ദൂരദർശനുമുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ടുകൾ അപ്പോൾ അന്ന് മാത്രമല്ല അന്നത്തെ ഒരു തലമുറ കൂടുതലും റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ നിർത്തിയിട്ടില്ല. ഹിന്ദി സിനിമകളും ഈ അതാണ് ഒരു കാസറ്റ് കാലഘട്ടമാണ്. അപ്പോൾ എന്ത് പുതിയ സിനിമ വന്നു കഴിഞ്ഞാലും നമ്മൾ കാസറ്റ് വാങ്ങുന്നു. അപ്പം അത് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഈ സിനിമ എനിക്ക് അന്നൊരു പക്ഷെ അതൊരു വല്ലാത്തൊരു വിഷമാണ് കേട്ടോ. പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു കാണാം. പക്ഷേ ഞാൻ പറയുന്നു ആ സിനിമ എന്ന് പറയുമ്പോൾ കാലത്തെ അതിജീവിച്ച സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിരൂപക പ്രശംസ ഏറ്റുവന്ന ഒരു വിഭാഗത്തിന് അന്ന് നമ്മളൊരു പ്രതീക്ഷയോടുകൂടി പോവും. ആ ഒരു ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊരു മാസ് ഹീറോ അങ്ങനെയൊക്കെ നിന്നിട്ട് മേ ബി ആക്ച്വലി സിനിമ സംസാരിച്ച വിഷയം എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു ഡിഫറെൻ്റ്. അല്ല, അതിന് അന്ന് ഒരു കാരണമായിട്ട് പറഞ്ഞത് അന്ന് ഇന്നത്തെ പോലെ ഈ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് പത്രത്തിൽ വരുന്ന പരസ്യമാണ്. പിന്നെ സിനിമ മാസികകളിൽ വരുന്ന അതിനെക്കുറിച്ച് വരുന്ന റൈറ്റപ്പുകളാണ്. പക്ഷേ ആ സിനിമയുടെ കണ്ടന്റ് എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്താൻ കൺവേ ചെയ്യിക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പം പ്രേക്ഷകനെ സംബന്ധിച്ച് വേറൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് സിനിമ കാണാൻ ചെന്നിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിൻ്റെ ടാഗ് ലൈൻ, someone has something to say to someone. അങ്ങനെ അതായത് ആർക്കോ ഒരാളോട് പലതും പറയാനുണ്ട്, അതാണ്. പക്ഷെ അതിൻ്റെ ദേവദൂതൻ ഒരു മെസ്സഞ്ചറാണ്. അപ്പോൾ അതൊരു വല്ലാത്ത പ്രാവിനെ കാണിക്കും എന്നൊക്കെ ആയിരുന്നു. എനിക്ക് ആ സിനിമയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സംഗീതം, BGM അല്ലേ. പിന്നെ അതിലൊരു സംഗീത ഉപകരണമുണ്ട് 7 bells എന്ന് പറഞ്ഞിട്ട്, ഏഞ്ചലീന അതായത് അലീന. അപ്പം ഇങ്ങനെ ഒത്തിരി, അതായത് ഞാൻ എപ്പോഴും ആലോചിക്കും ശരിക്കും അതാണ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. ആൾക്കാർക്ക് അത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കാലഘട്ടത്തിന് യോജിച്ച സിനിമയായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ നമ്മൾ കണ്ടിട്ട്. പിന്നീട് ഞാനത് അത്തരത്തിലുള്ള ഒന്നാണ് 1 മുതൽ 0 വരെ. എനിക്കിന്നും കാണുമ്പോൾ നമുക്ക് അതൊക്കെ പോലുള്ളൊരു സിനിമകളൊന്നും പിന്നീട് സത്യം എനിക്ക് ഇപ്പോഴത്തെ സിനിമകൾ കാണുമ്പം അതുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്ന സിനിമകൾ ഉണ്ട്, ആസ്വദിക്കാനുള്ള ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പറയും അമ്മച്ചി വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നു നാളെ എനിക്ക് കമൻറ്റ് പറയും. പക്ഷെ അങ്ങനല്ല, സിനിമകൾക്കൊരു അല്ലല്ല ഇങ്ങനത്തെ ത്രൂവും നല്ല പൈതൃകം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗത്തിനെയും ആസ്വദിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അത് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, കുറേ കാര്യങ്ങൾ. ഇന്നൊക്കെ അത് വേറെ രീതിയിൽ ചർച്ച ചെയ്യും. എന്ത് സിനിമ വന്ന് ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭയങ്കരമാണ്. ഇപ്പോൾ ദേവദൂതൻ അത് ഒരു മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ആ മഹേശ്വറും വിശാൽ കൃഷ്ണമൂർത്തി മഹേശ്വർ പിന്നെ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സംഗീതം കുട്ടികൾ നമ്മുടെ ഒരു തലമുറ ആ പാട്ടുകൾ പാടി നടന്നിരുന്നു. അലീന അല്ലേ, ആ ഒരു പിന്നെ പൂവേ പൂവേ പാലപ്പൂവേ അതൊക്കെ കുട്ടികൾ വല്ലാത്തൊരു, ഞാൻ പറയുന്നത് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാണ്. ഇന്നും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് എഴുതിയത്. വിദ്യാസാഗർ ആ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് എന്നൊക്കെ പറയില്ല, അതിപ്പോഴും ആ ഒരു ഫീല്. കാരണം അതാണ് പറഞ്ഞാൽ അന്നൊക്കെ ഒരു സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണ്ട, നമുക്ക് ആ ഒരു സംഗീതത്തിലേക്ക് നമ്മൾ അങ്ങനെ. പക്ഷെ എന്നാലും ഇനിയൊത്ത തലമുറയ്ക്ക് അത് കാണാൻ പറ്റുമല്ലോ അല്ലെ. ആ ഒരു സിനിമ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ സിനിമ വീണ്ടും വരുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു രീതി വന്നു തുടങ്ങിയിട്ടുണ്ട് റീ റിലീസ്. അപ്പം നമുക്ക് സ്ഫടികം വന്നു ഭയങ്കര സംഭവമായിരുന്നല്ലോ ആടുതോമ. പക്ഷെ അന്നും ആ സിനിമ റിലീസിങ് സമയത്ത് പണ്ടും ആടുതോമ ഭയങ്കര ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും കാരണം ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ ടൈപ്പ് ഓഫ് സിനിമകൾ ശരിക്കും വിജയിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്,
രോമാഞ്ചമാണെന്ന് തോന്നുന്നല്ലേ നമ്മുടെ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടൊരു സിനിമ ബാംഗ്ലൂർ ബേസ് ചെയ്ത് എന്തോ ഇതുപോലത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സിനിമ എന്തോ ഹിറ്റാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ദേവദൂതൻ ആലോചിച്ച് നോക്കൂ, ഇന്ന് ആ സിനിമ ഇറങ്ങുവാണെങ്കിൽ ഏത് രീതിയിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ് ഇന്നത്തെ തലമുറയ്ക്കും. മാത്രമല്ല ഒരു ഗ്യാപ്പൊന്നും തോന്നാത്ത രീതിയിലുള്ള പിക്ചറൈസേഷനാണ്, അതിൻ്റെ മനോഹരമായിട്ടുള്ള ഫ്രെയിമാണ് അത് കൺവേ ചെയ്യണം. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ അന്നത്തെ ഒരു ഫ്രെയിമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് അല്ലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതിൻ്റെ ഒരു സ്റ്റൈൽ രഘുനാഥ് അദ്ദേഹത്തിൻ്റെ ഇത് ഒരു വല്ലാത്തൊരു ഫീലുള്ള ഒരു സിനിമയാണ്. 1 മുതൽ 0 വരെ രഘുനാഥ് പലേരിയാണ്. അതൊരു സങ്കടം തോന്നും. അത് മനോഹരമായൊരു സിനിമയാണ്. അതിലെ പാട്ട് പാടി. പക്ഷെ ആ സിനിമ എന്താണ് ഇടയ്ക്ക് ഞാൻ ഗീതു അതിൻ്റെ നായിക ഗീതു പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഗീതു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഇന്ന് ഗീതു മനസ്സിലാക്കുന്നു ഗീതു അഭിനയിച്ചാൽ ഏറ്റവും കലാമൂല്യമുള്ളൊരു സിനിമ എന്ന് പറയുന്നത് അതായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. കാരണം സത്യമാണ്, ഇന്ന് അങ്ങനത്തെ സിനിമകളില്ല. പിന്നെ ഇങ്ങനെ റീമാസ്റ്റർ ചെയ്തൊക്കെ വരുമ്പോഴും പിന്നെ യൂട്യൂബ് അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ കുട്ടികൾ കാണട്ടെ. സത്യമാണ്, കല എന്താണ് ഇന്ന് നമ്മുടെ ഒരു തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ കലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ എന്താ പറയുക ഗ്രഹിച്ചു വെച്ചേക്കുന്ന രീതി കുട്ടി എന്താ പറയുക വ്യത്യസ്തമാണ്. ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട. എല്ലാം ഒരു കളർപ്പ് ബഹളം അങ്ങനത്തെ ഒരു ഇതാണല്ലോ. സിനിമ ആയിക്കോട്ടെ സംഗീതമായിക്കോട്ടെ. ഞാനതാണ് പറഞ്ഞത്, സംഗീതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് എന്താ പറയുക കരി പിടിച്ച തത്തമ്മയും എൻ്റെ പേര് പെണ്ണും ഇതൊക്കെയാണ് കുട്ടികൾ പാടി അല്ലേ, അർത്ഥമറിയാതെ പാടി നടക്കുവാണ്. അപ്പം റാപ്പ് മ്യൂസിക് അങ്ങനെ ഓടുന്ന കാലഘട്ടമാണ്. കുട്ടികൾ അറിയട്ടെ ശുദ്ധ സംഗീതം അല്ലെങ്കിൽ സംഗീതം എന്താണ്, ശരിക്കും ആ കാത്തിരിപ്പിൻ്റെ പ്രണയം അലീനയുടെ അതെന്താണ്. അപ്പം ശരിക്കും അതൊരു someone has to say something to someone. ആർക്കോ അത് ഒരു ഭയങ്കര ആ ഒരു കഥ ഒരു വല്ലാത്ത സംഭവം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹം മോഹൻലാലിൻ്റെ വലിയ ആരാധകനാണ്. അദ്ദേഹം ഈ സിനിമ ആദ്യത്തെ ദിവസം പോയി കണ്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞു, മോഹൻലാലിനെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ അതിഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് എന്തുകൊണ്ടോ അയാൾക്കും ആ സിനിമ അന്ന് ഇഷ്ടമായില്ല. അപ്പോൾ പക്ഷെ ഞാൻ പിന്നീട് കണ്ടപ്പോൾ ഇത് അങ്ങനെ ഒരു മോശം പടമല്ലല്ലോ, ഗംഭീര പടമാണല്ലോ എന്ന് നമുക്ക് തോന്നി. എനിക്ക് തോന്നുന്നത് അത് അന്ന് നമ്മൾ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടുവച്ചേക്കണ ഒരു രീതിയുണ്ട്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മാസ്, ലാലേട്ടൻ ഒരുപാട് എക്സ്പെക്ടേഷൻസുമായിട്ടാണ്. അത് നമ്മൾ തന്നെയാണ് ഈ സൂപ്പർ താരങ്ങളെയൊക്കെ അവിടെ രീതിയിലാക്കി വെക്കണം, ക്യാരക്ടേഴ്സ് ചെയ്യുക അല്ലേ. പക്ഷെ നമ്മളിവിടെ ഒരു ഇതാക്കിയിട്ട് സൂപ്പർ നാച്ചുറൽ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഹീറോസ്, അതാണ് നമ്മുടെ ഹീറോസ് എന്നുള്ളൊരു കൺസെപ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൽ അങ്ങനെയല്ല. വേറൊരാൾക്ക് എന്തോ പറയാനുണ്ട്, ലാലേട്ടനിലൂടെ എന്തോ ഒരു കഥയിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ മഹേശ്വറിൻ്റെ ആ ഒരു സംഭവം ഒരു നോവാണ് മഹേശ്വർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഫാൻസിന് അത് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഒരു അതായിരിക്കുമല്ലോ അവരുടെ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ കാലഘട്ടമല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സ് നമ്മുടെ ആൾക്കാരെ റിവ്യൂ ചെയ്യണ ആൾക്കാർ ഏത് കൂതറ സിനിമകളെയും റിവ്യൂ ചെയ്ത് ഭയങ്കര ഹിറ്റാക്കുന്നു. എന്നാൽ നല്ല സിനിമകളെ നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ട് ആൾക്കാർ കാണാതെ പോകുന്നുണ്ട്. ഗപ്പി ഇതുപോലത്തെ ഒരു സിനിമയായിരുന്നു തോന്നുന്നു ഗപ്പി. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് OTT വന്നപ്പോഴാണ് നല്ലൊരു സിനിമയായിരുന്നു. ഇങ്ങനെ നല്ല സിനിമകൾ ഇങ്ങനെ വരട്ടെ, തിരിച്ചു വരട്ടെ. സിബി മലയിലാണ് ഈ പടത്തിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരിക്കൽ പോലും സിബി മലയിൽക്ക് ഈ ഒരു സിനിമ അങ്ങനെ പരാജയപ്പെട്ടു എന്ന് പുള്ളിക്കാരന് തോന്നിയിട്ടില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളത്. കാരണം പുള്ളി പറയുന്നതെന്ന് ആയിരുന്നു. പക്ഷെ ആ ഒരു ബോക്സ് ഓഫീസിൽ വിചാരിച്ച ചലനങ്ങളും. പക്ഷെ ഏറ്റവും എനിക്ക് തോന്നുന്നു സിബി സാറിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം ഏത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാനുള്ളത് അതൊക്കെ നമ്മൾ അല്ലേ മാസ്റ്റർ പീസ് അങ്ങനെയൊക്കെ പറയുന്ന ഒന്നും ദേവദൂതൻ തന്നെയാണ്. അപ്പോൾ ഒരു സിനിമ ആസ്വാദക എന്ന നിലയിൽ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിൽ ലാലേട്ടൻ്റെ ഫാൻ എന്ന നിലയിൽ സംഗീതം നല്ല സംഗീതം ശുദ്ധ സംഗീതത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന എന്ന നിലയിൽ കാത്തിരിക്കുവാണ്. അടുത്തത് നമ്മൾ നോക്കാം. ഇനി നമ്മൾ ആസ്വദിച്ച് നമ്മുടെ ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ എത്തിയല്ലോ. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, ഇപ്പോഴത്തെ 20കളിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഈ സിനിമ കണ്ട് എന്താണ് അവരുടെ എന്താ പറയാനുള്ളത് എന്ന് കാണാൻ അവരും ഇത് കാത്തിരിക്കുകയാണ്. കാരണം അവരാണ് വലിയ രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്നത് ഇതിന്റെ റിലീസിനെ കുറിച്ചൊക്കെ. കാരണം ഞാൻ കാണുന്നുണ്ട് റീൽസിലൊക്കെ പലപ്പോഴും റീൽസ് നമ്മുടെ ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ റീൽസ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റ നമ്മുടെ ഒരു മേഖലയല്ല കേട്ടോ. ഇൻസ്റ്റയിൽ നമ്മളെ ഫേസ്ബുക്കാണ് നമ്മള് ഇൻസ്റ്റയിലൊക്കെ ഉണ്ടെങ്കിലും ഇൻസ്റ്റയുടെ ഒരു ലോകത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇൻസ്റ്റയിലെ പിള്ളേരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയുന്നത് വസന്തങ്ങളാണ്. നമുക്കൊരു പേരിട്ടിട്ടുണ്ട് വസന്തങ്ങൾ. ഫേസ്ബുക്ക് അമ്മാവന്മാരെന്നൊക്കെ പറയും. അമ്മാവന്മാർ. അപ്പോൾ അവിടെ തന്നെ നിന്നാൽ മതി, ഞങ്ങളുടെ ലോകത്തേക്ക് വരണ്ട എന്നാണ് അവരുടെ പറച്ചിൽ. ഓക്കെ ശരി അവിടെ. പക്ഷേ ആലോചിച്ച് നോക്കണം, ഇൻസ്റ്റ വഴി നമ്മൾ ഒരു അത് ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ വിഷയങ്ങളുണ്ട്. ചതിക്കുഴികൾ പതിയിരിക്കുന്നൊരു മേഖലയും കൂടെയാണ് ഇൻസ്റ്റ അല്ലെ. കുട്ടികൾ തന്നെ ഭയങ്കര റീൽസൊക്കെ ഇട്ട് ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ ഡൂസ് ആൻഡ് ഡോൺസ് അവർക്ക് അറിയില്ല. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്തൊരു സൂയിസൈഡ് ചെയ്ത കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു. കുട്ടിയും ഇൻസ്റ്റ ഭയങ്കര ഒരുപാട് ആരാധകരാണ്, ഫോളോവേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ കുട്ടികളെ ഒരു
യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് മാറി ഇതാണ് ലോകം, റീൽസിൻ്റെതാണ് ലോകം എന്ന് ചിന്തിച്ചിട്ട് പക്ഷെ നമുക്ക് ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് തമ്മിൽ തല്ലും രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് തല്ലു കൂടി പോവുകയാണെങ്കിലും മനുഷ്യർക്കിടയിലൊരു എന്താ പറയുക, മനുഷ്യരെ മനുഷ്യനായിട്ട് കാണും. മറ്റൊന്നും അങ്ങനെയല്ല, എല്ലാവരും സെലിബ്രിറ്റീസാണ്. ആ ഇൻസ്റ്റാ വേൾഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ ആ ഭാഷ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാലും ഞാൻ ഇൻസ്റ്റാ റീൽസൊക്കെ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പഴയ പാട്ട് എടുത്തിട്ടാണ് പിള്ളേർ റീൽസും എല്ലാം. കാരണം കുറേ നല്ല പാട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അറിയാം എങ്ങോട്ടേക്ക് പോകണം എന്നറിയാം. അപ്പം അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പഴയ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ ഹിറ്റാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ജാക്ക് പോട്ടിലെ മമ്മൂട്ടിയുടെ ഒരു പാട്ടുണ്ട്, ആ പാട്ട് ഈ കുട്ടികൾ അത് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് അപ്പോൾ അന്നത്തെ ആ പാട്ടുകളൊന്നും കാലാതീതമായി നിൽക്കുന്ന പാട്ടുകളാണ്. കാലത്തതാന്ന് പറയുന്നത് നല്ല സംഭവങ്ങൾ, നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയില്ലേ, അതൊക്കെ അതുകൊണ്ട് അവിടെ അനശ്വര ഗാനങ്ങളെന്ന് നമ്മൾ പറയും. നശ്വരത ഇല്ല. പക്ഷെ ഇന്നത്തെ സിനിമ ആയിക്കോട്ടെ, ഇന്നത്തെ ഗാനങ്ങളായിക്കോട്ടെ, നാളെ എനിക്കറിയില്ല എങ്ങനെ ആയിരിക്കും എന്നോ. കാരണം നമ്മളൊരു എനിക്ക് തോന്നുന്നു 2000-ന് ശേഷം അല്ലെങ്കിൽ 2010-ലൊക്കെ ശേഷം 2010 സിനിമ ആയിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, നമ്മൾ എത്ര പാട്ടുകളാണ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. ഇന്നും നമുക്ക് പറയാനുണ്ടായിരുന്ന ആ ഒരു 80-കൾ. അപ്പം പഴയ തലമുറയ്ക്ക് ഒരു 70-60 പക്ഷെ എനിക്കൊക്കെ 80-കളിലൊക്കെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അല്ലേ. അപ്പം ഈ സിനിമ 2000-ൽ ആ ഒരു നല്ലൊരു കാലഘട്ടം. പക്ഷെ ഒരു കോമ്പറ്റീഷൻ ഉള്ളൊരു കാലഘട്ടമാണ്. മറ്റു സിനിമകൾ മാസ് ഹീറോസൊക്കെ രംഗപ്രവേശം ചെയ്ത് അധികായന്മാരായിട്ട് നമ്മുടെ ഇഷ്ടതാരങ്ങളൊക്കെ അധികായന്മാരായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ്. അതുകൊണ്ടായിരിക്കാം ഈ സിനിമയുടെ ഒരു പരാജയ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അന്ന് നിരൂപക പ്രശംസ നേടിയൊരു സിനിമയാണ്. അപ്പം വരട്ടെ ഇത്തരം നല്ല നല്ല സിനിമകൾ ഇനി കാണാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. അത് തിരിച്ച് വീണ്ടും പുത്തൻ തലമുറയിലേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യണം. അത് തന്നെയാണ് നല്ലത്. എന്താ പറയുക, ചുമ്മാ തിയേറ്ററിൽ കാശ് കൊടുത്തിട്ട് കുറേ ചവർ സാധനങ്ങൾ പോയി കാണുന്നേക്കാളും എത്രയോ നല്ലതാണ് ഇങ്ങനെ തിയേറ്റർ ആ അനുഭവമാണ്. ഈ പഴയ ലാലേട്ടനെയും കാണാം. ആ ഒരു ലാലേട്ടൻ ശരിക്കും സത്യം മിസ്സാവുന്നുണ്ടല്ലേ. എനിക്ക് അതും കൂടെ പറഞ്ഞു സാർ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഇദ്ദേഹം സിനിമ കണ്ടിട്ട് വന്നിട്ട് അല്ല അതിന് മുമ്പേ പരസ്യം വരുമ്പോഴേ, അതായത് മോഹൻലാൽ ആ സമയത്ത് നല്ല തടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആ പടത്തിൽ വണ്ണം കുറച്ചിട്ടാണ് അദ്ദേഹം അഭിനയിക്കാൻ വന്നത്. അപ്പോൾ സ്ലിമ്മായിട്ടുള്ള ലാലേട്ടനാണ് അന്ന് അഭിനയിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ വലിയ കൗതുകം ആളുകൾ ഉണ്ടാക്കുകയും ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഇപ്പോഴും ആ സിനിമയിൽ 7 ബെൽസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആഞ്ചലീനയുടെ അവിടുത്തെ, പിന്നെ ജയപ്രദയുടെ ഒരു സൗന്ദര്യം, ജയപ്രദ അതൊരു വലിയൊരു ഫാക്ടറാണ് അല്ലേ. അസാധ്യമായി അഭിനയിച്ചു. അസാധ്യമായിട്ട് അവരെ നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോകും. ആ ഒരു അഭൗമ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കരമാണ്. അപ്പം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നിഖിൽ മഹേശ്വറായിട്ട് വിനീത് മഹേശ്വർ, പേര് മഹേശ്വർ എന്നാണ്, ഫുൾ നെയിം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. മഹേശ്വർ അല്ലേ, വിനീത്. പക്ഷെ വിനീതൊക്കെ ഒരുപാട് നമുക്ക് സങ്കടമാണ്. പിന്നീട് വിനീത് കുമാർ. അപ്പോൾ ആ വിനീതിൻ്റെ പൂച്ചക്കണ്ണുള്ള വിനീത്, അത് ഭയങ്കര ഒരു ക്യാരക്ടറാണ്. അത് ആ പാട്ടും എന്തോ വല്ലാത്ത ഗുരു. ഇത് ഇപ്പോൾ ഓർത്ത് വേണം ഞാൻ ആ ഒരു ആലോചിച്ചപ്പോൾ ഗുരു എന്ന സിനിമയൊക്കെ ഓർക്കണത്. വരേണ്ട ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കും ആ സിനിമ വീണ്ടും തിയേറ്ററിൽ കാണാം. പുതിയ തലമുറയിലുള്ള കുട്ടികൾ അവർക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ച് അവരുടെയൊക്കെ ഒരു ഞാൻ പറഞ്ഞ ആസ്വാദനം ഇത് മാറട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെ ആയിരുന്നു നമുക്ക് മുന്നിലുള്ള ഒരു തലമുറ ഇങ്ങനെയൊക്കെ സിനിമകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സിബിസാറൊക്കെ അതൊക്കെയാണ് മാസ്റ്റർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ മുന്നിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. തിരക്കഥയാണെങ്കിലും വിദ്യാസാഗറിൻ്റെ അങ്ങനെ നമ്മുടെ മുന്നിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അല്ലാതെ ഇതുപോലല്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. അത്രയാണ് നമുക്ക് പറയാനുള്ളത്.